ജ്യോതിക, പൊതുവെ ഭക്ഷണം എന്ന് പറയുന്നത് സ്ത്രീകൾ മാത്രം വെച്ച് കൊടുക്കേണ്ടതാണ്. ഭർത്താവാണെങ്കിൽ അല്ലെങ്കിൽ മക്കൾക്കൊക്കെ ആയിക്കോട്ടെ, സ്ത്രീകളുടെ കടമയാണ് എന്ന് പൊതുവെ ഒരു ധാരണ നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ സംസ്കാരം വെച്ച് നോക്കുമ്പോൾ കാലാകാലങ്ങളായി ഒരു ജോലിക്കാരിയെ പോലെ ഭക്ഷണം പാകം ചെയ്യുന്ന നിരവധി സ്ത്രീകൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. പക്ഷേ ഈ അടുത്ത് കണ്ടൊരു വാർത്തയായിരുന്നു, പ്രിയ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ളൊരു യുവതി തൻ്റെ ഭർത്താവിന് നല്ല ഭംഗിയോടെ പ്ലേറ്റൊക്കെ ചെയ്ത് വച്ചു കൊടുക്കുന്ന ഭക്ഷണത്തിന് പൈസ ഈടാക്കുന്നൊരു കാര്യം. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം പല പുരുഷന്മാർക്കും അല്ലെങ്കിൽ മക്കൾക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഈ അമ്മക്ക് എന്താണ് ഇവിടെ പണി, അല്ലെങ്കിൽ ഇവർക്ക് എന്താണ് ഇവിടെ പണി എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതായത് അവരുടെ ഭക്ഷണം ഉണ്ടാക്കലും അല്ലെങ്കിൽ വീട്ടുജോലികളൊക്കെ ഒരു ജോലിയല്ല എന്ന് പലരും കരുതുന്നുണ്ട്. അതായത് അത് എടുക്കുന്നവർക്ക് അതിൻ്റെ എഫേർട്ട് എത്രയാണെന്ന് അറിയാം. അതായത് ഒരു ജോലിക്ക് പോകുന്നത് പോലെ തന്നെ. കാരണം ഇതൊരു മറ്റൊരു വീട്ടിലാണ് ഈ ജോലി ചെയ്യുന്നതെങ്കിൽ അവർക്ക് എന്തായാലും പേയ്മെന്റ് ഉണ്ട്, അല്ലേ? പലരും കല്യാണം കഴിക്കുന്നത് പോലെ എന്തിനാണ്? വീട്ടുജോലിക്ക് വേണ്ടിയാണ്. ഇന്നും അതിൽ ഒരുപാട് ആ ഒരു ചിന്താഗതിക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല. കാരണം കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഭർത്താവിൻ്റെ അമ്മയെ നോക്കേണ്ടത് ഈ കയറി വരുന്ന മരുമകളാണ്, അല്ലെങ്കിൽ അത് അതുവരെ ഇല്ലാത്തൊരു പ്രശ്നങ്ങളൊക്കെ വരും. അതായത് നീ ഇല്ലാതിരുന്നാൽ ഇവിടെ എങ്ങനെയാ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരും. അതുവരെ അവരാണോ നോക്കിയത്? അങ്ങനെ പലതും. അതായത് നമ്മുടെ ഉത്തരവാദിത്വം പോലെയാണ്. കാരണം നേരെ മറിച്ച് അതൊരു ഹോം നേഴ്സിനെ വെച്ച് ചെയ്യിപ്പിക്കുകയാണെങ്കിലോ അതിനവർക്ക് പൈസ കൊടുക്കേണ്ടി വരും. കാരണം ഒരു ഫ്രീ സർവീസ് എന്ന രീതിയിലാണ് ഇതെല്ലാവരും കാണുന്നത്. അതെ, ഒരു അൺപെയ്ഡ് ആയിട്ടുള്ളൊരു സർവീസ്. അതൊക്കെ സ്നേഹത്തിന്റെ പേരിലാണ്, അതൊക്കെ ഇഷ്ടത്തിന്റെ പേരിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിനൊന്നും പൈസ ഈടാക്കേണ്ട ആവശ്യം. പക്ഷെ സ്വയം ഒരാവശ്യം വരുമ്പോൾ നമ്മുടെ ഒരു ജോലി അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ വിട്ട് ഇത് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇൻഡിപെൻഡന്റ് ആവേണ്ട ഒരു വഴി അടയുകയാണ്. അതായത് നമ്മളുടെ ആവശ്യങ്ങൾക്ക് ഞങ്ങൾ ആരോട് പൈസ ചോദിക്കുമെന്നൊരു ചോദ്യമുണ്ടല്ലോ, അല്ലേ? അതെ, എനിക്ക് ഈ കാര്യം കേട്ടപ്പോൾ തന്നെ ആദ്യം ഓർമ്മയിലേക്ക് വന്നത് ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന സിനിമയാണ്. അതിനകത്ത് ഒരു സ്ത്രീ രാവിലെ മുതൽ രാത്രി വരെ അടുക്കളയ്ക്കകത്ത് ഇരുന്ന് പണി ചെയ്യുന്നത് വളരെ കൃത്യമായി, അതും ക്യാമറ മൂവ്മെൻ്റ് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, വളരെ കൃത്യമായി ചെയ്യുന്നുണ്ട്. സിങ്കിൽ നിന്ന് വെള്ളം, മലിനജലം കളയുന്നതും ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇവിടെ ഭർത്താവിനും ഭർത്താവിൻ്റെ അച്ഛനൊക്കെ അടിമയെപ്പോലെ ആ മരുമകൾ അവിടെ പെരുമാറുന്നുണ്ട്. ആ മരുമകൾ അടിമയായി മാറിയിട്ടുണ്ട്. പല സമയങ്ങൾക്കൊത്തും അവർക്ക് ഭക്ഷണം വെച്ചുണ്ടാക്കുന്ന മാത്രം ഉപകരണമായി, യാതൊരു വിലയുമില്ലാത്ത, ശബ്ദം ഉയർത്താൻ പറ്റാത്ത ഒരു സ്ത്രീയായി അവിടെ നിമിഷ സഞ്ജയൻ ചെയ്ത ക്യാരക്ടർ മാറിയിട്ടുണ്ട്. ഇത് തന്നെയാണ് എനിക്ക് ഇവിടെ ഈ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ ഓർമ്മയിൽ വന്നത്. പ്രിയ എന്ന് പറയുന്ന ആ യുവതി ഭർത്താവിൽ നിന്ന് വാങ്ങിക്കുന്നത് ചില്ലറ പൈസയൊന്നുമില്ല, 1000 രൂപയാണ്. നല്ല ഭംഗിയായി റെസ്റ്റോറൻറ്റിലൊക്കെ സ്റ്റൈല് ചെയ്യുന്ന പോലെ പ്ലേറ്റൊക്കെ നല്ല അലങ്കരിച്ച് ഭക്ഷണം കൊണ്ട് കൊടുക്കുമ്പോൾ 1000 രൂപ ഈടാക്കുന്നതിൽ അത്ര തെറ്റില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കൂടാതെ അവർക്കൊരു വരുമാനവും ആകുന്നു. അവർ പറയുന്നത് ഈ പൈസ വേറെ എങ്ങോട്ടും പോണില്ല, കുടുംബത്തിൽ തന്നെയാണ്. നമ്മളൊരു ഹോട്ടലിലല്ല കൊടുക്കുന്നത്, സ്വന്തം ഭാര്യയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുവഴി പൈസ അവരുടെ കുടുംബത്തിൽ തന്നെ നിൽക്കുന്നു, ഭാര്യയുടെ ആവശ്യങ്ങൾ അതുവഴി സാധിച്ചു പോകുന്നു, അല്ലേ? പക്ഷെ ഇവിടെ ചോദിക്കാൻ പലരും ഉന്നയിക്കുന്നൊരു ചോദ്യമായിരിക്കും, ഭാര്യ ഭർത്തൃബന്ധത്തിനിടയിൽ ഇത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ആവശ്യമുണ്ടോ? ഒരു സ്നേഹത്തിൻ്റെ പുറത്ത്, ഒരു കമ്പാനിയൻഷിപ്പിൻ്റെ പുറത്തൊക്കെ ഭക്ഷണം വെച്ച് കൊടുക്കുമ്പോൾ അതിന് പൈസ ഈടാക്കുന്നത് തെറ്റല്ലേ എന്ന് പലരും ഒന്ന് ചിന്തിച്ചേക്കാം. അവിടെയാണ് നമുക്ക് തെറ്റുന്നത്. അതിൽ ഭാര്യ മാത്രം ഇത്തരം പണികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റായി മാറും. പകരം ഭർത്താവും കൂടെ ഇത്തരം കാര്യങ്ങൾ കമ്പൈനായി ചെയ്യുന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് വലിയ ബേർഡൻ ഉണ്ടാവില്ല. ഒരുമിച്ച് ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുമ്പോൾ ഭാര്യയുടെ ഉത്തരവാദിത്വം കുറയുന്നുണ്ട്, വീട്ടുജോലി വളരെ കുറയുന്നുണ്ട്. അപ്പോൾ അതൊരു കമ്പാനിയൻഷിപ്പായിട്ട് നമുക്ക് മാറ്റാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഭാര്യ മാത്രം ചെയ്യുമ്പോഴാണ് അത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. മറ്റ് പണികൾക്കൊന്നും പോകാതെ, മറ്റു കാര്യങ്ങളൊന്നും നോക്കാതെ ഭർത്താവിനെയും മക്കളെയും മാത്രം നോക്കി ജീവിക്കുന്ന ഒട്ടനവധി സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട്. രാവിലെ വെളുപ്പിനെ എണീറ്റ് രാവിലത്തേക്കുള്ള ഭക്ഷണം, ഉച്ചയ്ക്ക് ഭക്ഷണം, രാത്രി ഭക്ഷണം, അതിൻ്റെ ഇടയിൽ ചായ, ഭർത്താവ് വരുമ്പോൾ പിന്നെയും ചായ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ ഇടി ചായ എന്ന് ഒരു 5-6 വട്ടം പറയും. സ്ത്രീകളെ മാത്രമേ ട്രെയിൻ ചെയ്തെടുക്കുന്നുള്ളൂ എന്നുള്ളത് മറ്റൊരു സത്യം തന്നെയല്ലേ? കാരണം ഒരു പെണ്ണ്
ആയിക്കഴിഞ്ഞ ചെറുപ്പത്തിലേ പറയുന്ന എന്താ, അയ്യോ രാവിലെ എഴുന്നേക്കണം അല്ലേ, ഒരു പെണ്ണ് ഇത്ര നേരം ഉറങ്ങാമോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളല്ലേ. അതെന്താണ്, ആണിന് മാത്രം ഉറങ്ങാം അല്ലെങ്കിൽ പെണ്ണിന് ഉറങ്ങിക്കൂടാ, അതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണല്ലേ? ഈ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ പൊതുവെ നമ്മുടെ നാട്ടിലെ ഫുഡ് കൾച്ചർ ഒന്ന് മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യ എത്രത്തോളം അക്കാര്യത്തിൽ മാറിയിട്ടുണ്ടെന്ന് ഒരു സംശയമുണ്ട്. പക്ഷേ ലോകത്തെമ്പാടുമുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഫുഡ് കൾച്ചറിൽ നമുക്ക് വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇതിന് കൂടെ എനിക്ക് ആഡ് ചെയ്യാനുള്ളത് ഡോപ്പമിൻ ആപ്പിനെ പറ്റിയിട്ടാണ്. ജ്യോതി കേട്ടിട്ടുണ്ടോ ഡോപ്പമിൻ ആപ്പ്? ഇല്ലാതെ എന്താ സംഭവം? ജപ്പാനിലാണ്, ഞാൻ കേട്ടറിവ് വെച്ചിട്ട് ജപ്പാനിലാണ് എന്ന് തോന്നുന്നു. നമ്മൾ സ്വിഗ്ഗി സൊമാറ്റോ വഴി ഭക്ഷണം ഓർഡർ ചെയ്യുമല്ലോ, ഇതേ പ്രൊസീജിയറാണ് ഈ ഡോപ്പമിൻ ആപ്പിലുള്ളത്. പക്ഷെ അതൊരു താൽക്കാലിക ഒരു സംവിധാനം മാത്രം. അതായത് നമ്മൾ ഭക്ഷണം നമ്മുടെ അടുത്തുള്ള റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് ഓർഡർ ചെയ്യുന്നു, അത് വരുന്നതും കാത്ത് ട്രാക്ക് ചെയ്ത് നമ്മൾ ഇരിക്കുന്നു, പക്ഷെ ഭക്ഷണം എത്തില്ല. ട്രാക്കിംഗ് വരെയുള്ളൂ, ഭക്ഷണം എത്തില്ല. അപ്പോൾ അതൊരു ഡോപ്പമിൻ എഫക്റ്റ് ആണ് നൽകുന്നതെന്നാണ് സൂചിപ്പിക്കുന്നത്. അതായത് നമ്മുടെ താൽക്കാലിക ഒരു ആശ്വാസം, ഒരു സന്തോഷം, പലർക്കും ഭക്ഷണം കഴിക്കുന്ന ഒരു സന്തോഷത്തിൻ്റെ ഭാഗം. ചിലർ പറയാറുണ്ട് എനിക്ക് വിഷമം വന്നാൽ ഞാൻ ബിരിയാണി കഴിക്കുന്ന. ഇതേ സന്തോഷമാണ് ഇവിടെ കിട്ടുന്നത്. എന്തെങ്കിലും ഒരു ക്രേവിങ്സ് ഉണ്ടാകുമ്പോൾ കലോറി നഷ്ടമില്ല, പൈസ നഷ്ടമില്ല, പകരം വെറുതെ ഒന്ന് ഓർഡർ ചെയ്താൽ മാത്രം മതി. ഓർഡർ ചെയ്ത് ട്രാക്ക് ചെയ്ത് നമ്മളൊന്ന് കാത്തിരിക്കും. കാത്തിരിപ്പിൻ്റെ വിരാമം എന്ന് പറയുന്നത് ഭക്ഷണം കിട്ടുന്നതല്ല, ഭക്ഷണം ഉണ്ടാവില്ല, എന്നാലും അതൊരു സന്തോഷമായിട്ട് കണക്കാക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിൻ്റെയും കൂടെ സൂചനയാണല്ലോ ആപ്പ് തന്നെ ഇപ്പം ഇത്ര ചർച്ചയാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് സക്സസ് ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എന്താ പറയുക, ഇതിലും സന്തോഷം കണ്ടെത്തുന്ന മനുഷ്യർ. അപ്പോൾ ഭക്ഷണം പൊതുവെ ഒരു സന്തോഷത്തിൻ്റെയും കൂടെ ഭാഗമാണ്. അതെ, തീർച്ചയായിട്ടും ഭക്ഷണം ഒരു സന്തോഷത്തിൻ്റെ, പലർക്കും ഒരു മൈൻഡ് റിലാക്സ് ആവാനൊക്കെ ഫുഡ് കഴിച്ചാൽ മതി അല്ലേ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കൊരു ചായ കുടിച്ച് സംസാരിക്കാം. അതായത് ഭക്ഷണം എല്ലാവർക്കും സന്തോഷം നൽകുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് കോണ്ടന്റ് ക്രിയേറ്റർ പ്രിയയുടെ ഈ ഒരു ഫുഡ് ഉണ്ടാക്കി ഭർത്താവിന് ഭക്ഷണം പാകം ചെയ്തിട്ട് പൈസ വാങ്ങുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനോട് ചേർത്ത് പറയാൻ, ഞാൻ മുൻപ് ഒരു കോണ്ടന്റ് ക്രിയേറ്ററിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു അത്. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവർ മുന്നേ ഒരു നേഴ്സായിരുന്നു, എനിക്ക് തോന്നുന്നു അബ്രോഡ് ആയിരുന്നു. അവരുടെ മക്കൾ ഉണ്ടായതിനു ശേഷം അവർ മ്യൂച്വലായിട്ടൊരു തീരുമാനമെടുത്തു. അതായത് ഞാൻ വീട്ടിൽ ഇരുന്ന് മക്കളെ നോക്കി ജോലിയൊക്കെ ചെയ്തോളാം, പക്ഷെ എനിക്ക് അതിനൊരു പേയ്മെൻറ്റ് തരണം. അതായത് എനിക്ക് എൻ്റെ ഒരു വില ഞാൻ ഈ ഒരു കാര്യം കൊണ്ട് നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവരതൊരു മ്യൂച്വലായി എടുത്ത തീരുമാനം വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവുകയുണ്ടായിരുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന പോലെ ഇപ്പോൾ ഭാര്യ പ്രസവിച്ചു കഴിഞ്ഞാൽ കൊച്ചിനെ നോക്കേണ്ട ഉത്തരവാദിത്തം ഭാര്യയ്ക്ക് മാത്രമായി, സ്ത്രീക്ക് മാത്രമായി ഒതുങ്ങിപ്പോകുന്നു. അപ്പോൾ കൊച്ചിനെ നോക്കി അത്രയും നാൾ ഉണ്ടായിരുന്ന ജോലിയെ ചിലപ്പോൾ വിട്ടഴിക്കേണ്ടി വരും, പൂർണ്ണമായിട്ടും ഇല്ലാതാക്കേണ്ടി വരും. കൊച്ചിനെ നോക്കി മാത്രം വീട്ടിൽ ഒതുങ്ങിപ്പോകേണ്ട പല സ്ത്രീകളും നമ്മുടെ നാട്ടിലുണ്ട്. ആ കൊച്ചുങ്ങളുള്ളത് കൊണ്ട് അല്ലെങ്കിൽ അവരെ നോക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് കരിയർ വരെ ഉപേക്ഷിക്കപ്പെട്ട നിരവധി സ്ത്രീകളുണ്ട്. ഇവർക്ക് ഒരു വരുമാന സ്രോതസ്സ് ആവശ്യമാണ്. പലരും ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് പെൺമക്കളെ, ഇപ്പോൾ കുറച്ചും കൂടെ പുരോഗമനവാദമുള്ളവരൊക്കെ പറയും പെൺമക്കളാണെങ്കിൽ ഉറപ്പായിട്ടും ജോലിയെല്ലാം കിട്ടിയതിന് ശേഷം മാത്രമേ കല്യാണം കഴിപ്പിച്ച് വിടാവൂ എന്നത്. അതും ഇത് തന്നെയാണ്, ഭർത്താവിൻ്റെ മുന്നിൽ കൈ നീട്ടേണ്ടതില്ല, അങ്ങനൊരു അവസ്ഥ വരരുത് എന്നതുകൊണ്ടാണ് പല മാതാപിതാക്കളും ഇത്തിരിയും കൂടെ പ്രോഗ്രസീവായി ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയും കൂടെ സൂചനയായിട്ടാണ്. അതുപോലെ എനിക്ക് ആഡ് ചെയ്യാനുള്ളത് ഈ പറയുന്ന പോലെ ഭക്ഷണ സംസ്കാരം മാറുന്നതാണ്. ഞാൻ എൻ്റെ PG സ്റ്റഡീസിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഈ ഇൻഫ്ലുവൻസേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് ഫുഡ് റീൽസ് എങ്ങനെയാണ് ജനങ്ങളെ സ്വാധീനിക്കുന്നത്, ഈ ഫുഡ് റീൽസ് എങ്ങനെയാണ് ജനങ്ങളെ സ്വാധീനിക്കുന്നത് ചോദിച്ച ചോദ്യങ്ങളിൽ ഉൾപ്പെടെ ഭൂരിഭാഗം ആളുകളും എന്നെ കൃത്യമായി സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ സാമ്പത്തിക നഷ്ടമൊന്നും ആരും കണക്കിലെടുക്കുന്നില്ല. ഭക്ഷണം ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട്, ഭക്ഷണം കഴിച്ചാൽ ഒരു സമാധാനത്തിൻ്റെ ഭാഗമായിട്ട്, അതും അവർ തിരഞ്ഞെടുക്കുന്നത് ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് കാണിച്ചിട്ടുള്ള വീഡിയോയിൽ നിന്ന് ആ സ്ഥലങ്ങൾ തേടിപ്പിടിച്ച്, ഷോപ്പുകൾ തേടിപ്പിടിച്ച് പോയി ഭക്ഷണം കഴിക്കുക, അതിൽ നിന്ന് സന്തോഷവും സമാധാനവും നേടുന്ന നിരവധിയായിട്ടുള്ള മനുഷ്യർ. ഇവിടെയാണ് ഈ പറയുന്ന പ്രിയ ഉൾപ്പെടെയുള്ളവർ നിലനിൽക്കുന്നത്. പ്രിയ അവിടെ ചെയ്യുന്നത് വളരെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഫുഡാണ്, നമ്മുടെ വീട്ടിലെ ഭക്ഷണം കൂടെ. അപ്പോൾ അതിൽ മായമൊന്നും ഉണ്ടാവില്ല. എത്രത്തോളം കലോറി കാര്യങ്ങളൊക്കെ ഉള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു, പക്ഷെ മായം ഉണ്ടാവില്ല.
മായമില്ലാത്ത ഭക്ഷണം ഭർത്താവിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതൊരു നേട്ടം തന്നെയല്ലേ. ഭർത്താവിനപ്പോൾ ഒരു കഫേയിൽ പോയിട്ടാണ് ഇങ്ങനെ ഒരു ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ 1000 അല്ല 2000 ചിലപ്പോൾ കൊടുത്തേക്കാം. ആ പൈസ പ്രിയക്ക് കൊടുക്കുന്നതിൽ തെറ്റില്ല.